പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ നമ്മളെ കർത്താവ് പ്രാപ്തരാക്കിയത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രിയിലും നമ്മൾ റോമാലേഖനം മുന്നോട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് നാം ഇപ്പോഴായിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ പ്രധാനമായും അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ പഠിപ്പിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നീതീകരണം, അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ, സ്വർഗസ്ഥലെ പിതാവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യന് നിൽക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തോടു കൂടി മാത്രമാണെന്ന്. 5-ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ ഇങ്ങനെയാ പറയുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമുക്ക്, ദൈവത്തിന് എതിരെ നിന്നിരുന്ന, ദൈവകൽപ്പനകൾക്കെതിരെ നിന്നിരുന്ന, ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരെ നിന്നിരുന്ന നമുക്ക് ദൈവവുമായിട്ടൊരു സമാധാനം ലഭിച്ചത്, ദൈവവുമായിട്ടൊരു ഉടമ്പടി ലഭിച്ചത്, ദൈവത്തിൻ്റെ ഭാഗത്ത് വരുവാൻ നമുക്ക് കഴിഞ്ഞത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലാണെന്ന് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പിന്നീടുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുന്നത്, നാം ക്രിസ്തുവിലേക്കായി കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നാം പിന്നെ നോക്കുകയില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് നോക്കുകയില്ല. നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ ദർശനങ്ങൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാറും. നമ്മുടെ ചുറ്റുപാടുമുള്ള കഷ്ടതകളിൽ പോലും നാം ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. അത് അടുത്ത വാക്യങ്ങളിലേക്ക് എഴുതിയിരുന്നത് 3-4 വാക്യങ്ങൾ പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടത്തിലും പ്രശംസിക്കും. അപ്പൊ കഷ്ടങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നാം പ്രശംസിക്കുന്നവരായിട്ട് തീരും. കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിനോട് മറുതലിക്കുകയല്ല, അല്ലെങ്കിൽ അതോർത്ത് പരിതപിക്കുകയല്ല. പിന്നെയോ ഈ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന് ഹിതകരമായ ഒരു പാത്രമായി ഞാൻ രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ ദൈവം എന്നെ ഈ വഴികളിലൂടെ ഒരുക്കിയെടുക്കും എന്നുള്ള ശ്രേഷ്ഠകരമായ ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിച്ചു, ആ വചനഭാഗങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. കർത്താവ് എനിക്ക് തന്ന കൃപയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ വീണ്ടും ഒന്ന് പറഞ്ഞോട്ടെ. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളല്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം കാണുന്നതിൽ ഒന്നിലും തന്നെ നാം ആശ്രയം വെക്കത്തില്ല. നമ്മുടെ ചുറ്റുപാടുള്ളത് സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, എല്ലാവരും നമ്മളെ അംഗീകരിച്ചു കൊള്ളട്ടെ, നമുക്കെതിരെ നിന്നുകൊള്ളട്ടെ, എല്ലാം നമുക്ക് അനുഗ്രഹമാണെന്ന് തോന്നിക്കൊള്ളട്ടെ, അല്ലാതായിക്കൊള്ളട്ടെ, എന്ത് സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ അതിലൊക്കെയും ദൈവത്തിൻ്റെ പദ്ധതികൾ നാം കാണുക, ദൈവത്തിൻ്റെ മഹത്വം കാണുക. ഈ വഴികളിലൂടെ ഞാൻ കടന്നു പോകുന്നതിന് മുന്നിൽ ദൈവത്തിന് ശ്രേഷ്ഠകരമായ, വളരെ ദൂരവ്യാപകമായ, നിത്യമായ ഒരു പദ്ധതി ഉണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. അത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കൾ എന്ത് ചെയ്യുന്നത്? കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടതയെ ഓർത്ത് പ്രശംസിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കി തീർക്കുന്നു. അതുകൊണ്ട് നാം കഷ്ടത്തിലും പ്രശംസിക്കുന്നവരായിത്തീരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമായിക്കൊള്ളട്ടെ, അത് ഓർത്ത് നമ്മൾ ഭാരപ്പെടുകയോ അത് ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടുകയോ വളരെ നിരാശരായി തീരുകയോ ചെയ്യരുത്. കാരണം നമ്മുടെ കർത്താവിന് ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അവിടേക്ക് വരുന്നു, ഇനി മൊമെൻ്റായി ഞാൻ അവിടേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ ഒരൊറ്റ നിമിഷം മതി. പക്ഷെ പലപ്പോഴും കർത്താവ് മാറ്റാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഒരു വലിയ സൗഭാഗ്യകരമായ ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിനല്ല കർത്താവ് തൻ്റെ ഭൗമികമായ ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചത് ഈ ഭൂമിയിൽ ഒരു സൗഭാഗ്യകരമായ സമൃദ്ധമായ
ഫലസമ്പുഷ്ടമായ ഒരു ജീവിതം നമുക്ക് തരുവാനല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിത്യതയിൽ നാം ദൈവത്തോടുകൂടെ വസിക്കണം. തൻ്റെ പുത്രനെ പോലെ നമ്മളായിത്തീരണം. സ്വർഗഭവനത്തിന് നമ്മൾ ഓഹരിക്കാരായി തീരണം. അപ്പോൾ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ദീർഘമായ ഒരു വീക്ഷണമാണ്. ദീർഘമായ ഒരു വീക്ഷണത്തിലേക്കാണ് നമ്മളായിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ സ്വർഗീയമായ ജീവിതത്തിന് വേണ്ടി നമ്മളെ ഈ ഭൂമിയിൽ ഒരുക്കിയെടുക്കുക. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അനുകൂലമായിരുന്നാൽ നാം ദൈവസന്നിധിയിൽ അധികം നേരം ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തെ അന്വേഷിക്കത്തില്ല, നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കത്തില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് നമുക്കൊന്ന് നിൽക്കുവാൻ, സ്പീഡൊക്കെ ഒന്ന് കുറച്ച് ഓടുവാൻ, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നിൽക്കുവാനിടയാകുന്നത് ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളില്ല. അപ്പോഴാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് സ്വയശോധന ചെയ്യുന്നത് അപ്പോഴാണ് നാം പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് നാം കൂട്ടായ്മയ്ക്കായി സഹോദരന്മാരെ സഹോദരിമാരെ അന്വേഷിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നാം ദൈവത്തെ അറിയുവാനിടയാകും, ദൈവശബ്ദം കേൾക്കുവാനിടയാകും, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനിടയാകും. അപ്പോൾ അത് അങ്ങനെ സ്വർഗമഹത്വം നമ്മളിൽ വെളിപ്പെടുവാനും സ്വർഗത്തിൽ നിത്യതയിൽ ജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് നാം ഒരുക്കപ്പെടുവാനും തക്കവണ്ണം ഇടയാകുന്നു. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്ത് കർത്താവിനെ എപ്പോഴും സ്തുതിക്കുക. അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. 5-6 വാക്യങ്ങൾ ഇന്നത്തെ രാത്രി മുന്നോട്ടുള്ള സമയം നമുക്ക് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുക. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിന്റെ സ്നേഹം, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏത് സാഹചര്യങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന്, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുവെന്ന് അപൂർണമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഏത് സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുന്നത്. നാം മനുഷ്യന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാ ഈ വാക്യം എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാലാണെന്നാണ്. ദൈവം സ്നേഹമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതിനകത്ത് യാതൊരു സംശയവുമില്ല. ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷേ ഈ ലോകത്തിലുള്ളവർക്ക് അത് മനസ്സിലാകാത്തത് എന്താ? നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലാകാത്തത് എന്താ? നാം എത്രയോ തവണ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവർക്കത് മനസ്സിലാകാത്തതിന്റെ കാരണം എന്താ? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയൂ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നത്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രാഥമികമായ തെളിവെന്തെന്നറിയാമോ? അവിടുത്തെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാനായി അയച്ചു. നാം മരിക്കേണ്ടയിടത്ത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത്, നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്ത്, ദൈവ കോപത്തിന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടയിടത്ത് തൻ്റെ പുത്രൻ നമ്മുടെ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി ദൈവ കോപത്തിന്റെ മുമ്പിൽ നിന്നു. നമ്മുടെ പാപങ്ങളുടെ മുഴുവൻ ശിക്ഷയും താൻ ഏറ്റെടുത്തിട്ട് നമ്മുടെ പാപങ്ങൾ തൻ്റെ ചുമലിലേക്ക് ഏറ്റെടുത്തിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി ദൈവസന്നിധിയിൽ നമ്മളെ നീതീകരിച്ചു വിട്ടു. നമ്മൾ നീതിമാന്മാരായി, താൻ കുറ്റക്കാരനായി മാറിയ കുറ്റം മുഴുവനും തൻ്റെ പുത്രൻ ഏറ്റെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രഥമമായ തെളിവാണ്. രണ്ടാമത്തെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ തെളിവ് അവിടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് മാത്രമല്ല, തൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തു. അത് അമേസിങ് അല്ലേ?
ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിത്യനരകത്തിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ശ്രേഷ്ഠമായ ഭാഗ്യമാണ്. അതിന് തന്നെ നമുക്ക് ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞ പറ്റും സഹോദരങ്ങളെ. എന്നാൽ അവിടം കൊണ്ട് കാര്യം തീർന്നില്ല. നമ്മളെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, സ്വർഗത്തിൽ കൊണ്ടുപോവുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, പിന്നെയോ തൻ്റെ സ്വന്തം മക്കളാക്കി തീർത്തു. ഓ അമേസിങ്! നമ്മളെ സ്വന്തം മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അപ്പൊ നമ്മളെ മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു കർത്താവിന്റെ നിലയിൽ നമ്മളെ കൂടെ മാറ്റിയെന്ന, അവിടത്തേക്ക് തുല്യമായി മാറ്റിയെന്ന. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതും അത് ശരിയായ ഒരു ടീച്ചിങ് അല്ലല്ലോ എന്ന് നമ്മൾ ചോദിപ്പോ. കാരണം ദൈവപുത്രനായ ക്രിസ്തുവിന് തുല്യരാക്കി നമ്മളെ മാറ്റി. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. അപ്പൊ ഞാനും നിങ്ങളും പുത്രന്മാരും പുത്രിമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ നിലയിൽ തന്നെയാണോ നാം കാണപ്പെടുന്നതെന്ന് ചിന്തിക്കണം. പലപ്പോഴും നാം ചിന്തിച്ചു പോയേക്കാം. എന്നാൽ അതിന്റെ സത്യം അത് തന്നെയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ എന്ന് കർത്താവ് പറയുന്ന ഒരു വാക്യം അവിടെയുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ, പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവ് ഉരുവിടുന്ന വാക്യമാണ് അവിടെ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. The way you loved me, you also loved them. അവരെയും സ്നേഹിക്കുന്നു, ഒരേ ലെവലിൽ അവരെ സ്നേഹിക്കുന്നു എന്ന് ഈ ലോകം അറിയുവാൻ എന്നാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 17-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഞാൻ അതിന് ആ വാക്യം പറഞ്ഞുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ശക്തമായ ഒരു വചനത്തിന്റെ തെളിവ് നിങ്ങളുടെ മുമ്പിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുക. കാരണം യേശു കർത്താവിന് തുല്യമായിട്ട് തന്നെ നമ്മളെ മക്കളാക്കി തീർത്തത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം, വളരെ വ്യക്തമായ ഒരു വചന തെളിവ് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഈ വചനം കേട്ടതിന് ശേഷം ഒരിക്കലും നമ്മൾ പിന്നെ ദുഃഖിക്കാൻ ഇടയാവരുത്, ഒരിക്കലും വിഷമിക്കാൻ ഇടയാകരുത്, നിരാശപ്പെടാൻ ഇടയാകരുത്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയണം. കാരണം സ്വർഗത്തിൽ ഇരിക്കുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ അങ്കിളല്ല, അല്ലെങ്കിൽ എൻ്റെ മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അപ്പനാണ്. കാരണം അവിടുത്തെ മകനാണ് ഞാൻ, അവിടുത്തെ മകളാണ് ഞാൻ. ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ആ പ്രാഗൽഭ്യം കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആ പ്രാഗൽഭ്യം ഉള്ള വ്യക്തികൾ ഒന്നിലും പതറത്തില്ല. ഏത് വിഷമഘട്ടത്തിലും ഏത് സാഹചര്യങ്ങളുടെ അനുകൂലമോ പ്രതികൂലമായാലും മുമ്പേ കേട്ടതുപോലെ കർത്താവിന് വേണ്ടി തന്നെ നിൽക്കും. ഈ ജീവിതം മുന്നോട്ട് കർത്താവിന്റെ കൃപയിൽ ജീവിച്ചു പോകും. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഇവിടെ ഒന്നുകൂടി ഈ വാക്യം ഒന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഒരു 2 പേജ് മുന്നോട്ട് എടുക്കുമ്പോൾ ഈ 8-ാം അധ്യായത്തിലേക്ക്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 8-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പഠിക്കേണ്ട ചില വാക്യങ്ങളാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രിസ്തീയതയുടെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണത്. ആ വാക്യങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഏത് സാഹചര്യങ്ങളിലും സ്വർഗത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാം പ്രതികൂലമായി മാറുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും എല്ലാ പ്രതീക്ഷയുടെ വാതിലുകളും അടഞ്ഞു പോകുമ്പോൾ, നാം നിൽക്കുന്നിടത്ത് അതിലെ മണ്ണ് താഴേക്ക് താണു പോവുകയാണ്. ഞാൻ ഏകയായി തീർന്നു പോകുമ്പോൾ, ദൈവവചനത്തിന്റെ രീതിയിൽ പറയുവാണെങ്കിൽ, ഈവൻ ഇഫ് വി വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, മരണ താഴ്വരയിലൂടെ നാം നടന്നു പോകേണ്ടി വരുമ്പോൾ, ഏകരായി നടന്നു പോകേണ്ടി വരുമ്പോൾ, നാം ഭയപ്പെടാതിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം തകർന്നു പോകാതിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ചഞ്ചലപ്പെടാതിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ വാക്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ്. ആ വാക്യങ്ങൾ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. 14 മുതലുള്ള വാക്യങ്ങൾ, റോമർ 8-ന്റെ 14 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒന്ന്, ദൈവാത്മാവ് മുമ്പേ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ദാസർ എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ദൂതന്മാരെന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ, ബോൺ ഓഫ് ഗാഡ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പിന്നെയും, അടുത്ത വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട
ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അതുവരെ നാം ദൈവത്തെ വിളിച്ചിരുന്നത് ദൈവമേ 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 എന്നായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ അകത്ത് നിന്ന് ആദ്യത്തെ നിലവിളി ഉയർന്നത് എങ്ങനെയാണെന്നറിയാമോ? അബ്ബാ പിതാവേ എന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറന്നു പോകരുത്, ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നോക്കിയേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നപ്പോൾ നാം അവിടുത്തെ മകനായി, അവിടുത്തെ മകളായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മക്കൾ വിളിക്കുന്ന വിളി പേരല്ല വിളിക്കുന്നത്, അങ്കിൾ എന്നല്ല വിളിക്കുന്നത്, മിസ്റ്റർ എന്നല്ല വിളിക്കുന്നത്. ഞാൻ എൻ്റെ അപ്പനെ വിളിക്കുന്നത് അപ്പ എന്നാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അപ്പ എന്ന് വിളിക്കുമ്പോഴാണ് ആ പിതൃപുത്ര ബന്ധത്തിന്റെ പരിപൂർണതയിലേക്ക് ഞാൻ എത്തുന്നത്. ഇവിടെ നോക്കിക്കേ, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നാം വിളിക്കുവാൻ തുടങ്ങി അബ്ബാ പിതാവേ എന്ന്. നമുക്കറിയാം, ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പിതാവിന്റെ മകനായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പിതാവിൽ നിന്ന് ജനിച്ചവനായിരുന്നു, പിതാവിൽ നിന്ന് വന്നവനായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, നമ്മൾ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഓർത്ത് നോക്കണമേ, കർത്താവിന്റെ ശിഷ്യന്മാർ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പരിശീലിച്ചവരുടെ മുമ്പിൽ, അങ്ങനെ പ്രാർത്ഥിച്ച ജനത്തിന്റെ മുമ്പിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. കാരണം മക്കളെന്നുള്ള അവകാശത്തിലേക്ക്, മക്കളെന്നുള്ള വലിയ നിലയിലേക്ക് അവിടെ അവർ ഉയർത്തപ്പെടുകയാണ്. ഇവിടെ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ ഈ ആത്മാവിനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ നാം സ്വർഗത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കും. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നോക്കിയേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അവിടുത്തെ വ്യത്യാസം നോക്കിയേ. നമ്മൾ ഭയപ്പെടാതിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോഴാണ്. ദാസ്യത്തിന്റെ ദാസന്മാർക്ക് മാത്രം ഭയപ്പെട്ടാൽ മതി. യജമാനനെ ആരാ ഭയപ്പെടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളിപ്പം എവിടെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി തന്ന, അല്ലെങ്കിൽ നമ്മുടെ ലോഡ്സ്, നമ്മുടെ മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബോസസ്, അവരെ നാം ഭയപ്പെടാറുണ്ട്. അവർ വഴക്കു പറയുമോ? ഞാൻ തെറ്റ് ചെയ്താൽ അവർ വഴക്കു പറയുമോ? അബദ്ധം പറ്റിപ്പോയി വഴക്കു പറയുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നത് നമ്മൾ സെർവൻസ് ആയതുകൊണ്ടാണ്, നമ്മൾ ദാസന്മാരായതുകൊണ്ടാണ്, നമ്മൾ ജോലിക്കാരായതുകൊണ്ടാണ്. പക്ഷേ ആ ബോസിന്റെ മകനല്ലേ മകള് വന്നാൽ അവരൊരിക്കലും ഭയപ്പെടത്തില്ല. കാരണം അവർക്കറിയാം എൻ്റെ അപ്പനാണെന്നറിയാം. പ്രൈസ് ഗോഡ്. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, സെർവൻഷിപ്പിന്റെ ആത്മാവിനെയല്ല, പിന്നെയോ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ പിതാവിനെ ശിക്ഷിക്കുമെന്നോ, എന്നെ നരകത്തിലേക്ക് അയക്കുമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുമെന്നോ നമ്മളൊന്നും അങ്ങനെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നാം അവിടുത്തെ മക്കളാണ്. നമുക്ക് എപ്പോഴും സംസാരിക്കുവാനായിട്ട് കഴിയും, ഓടി അടുക്കൽ എത്തുവാനായിട്ട് കഴിയും. അതാ ഒരു ദാസനും മകനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ യജമാനന്റെ അടുക്കിലേക്ക് വരണമെന്നെങ്കിൽ അനുവാദത്തിന്റെ ആവശ്യമുണ്ട്. അതിന് സമയവും കാലയളവൊക്കെ നോക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എപ്പോഴും ഓടി വരാനൊക്കത്തില്ല. പക്ഷെ ഒരു മകന് അപ്പന്റെ അടുക്കിലേക്ക് വരാൻ ഒരു അനുവാദത്തിന്റെയും ആവശ്യമില്ല, ഒരു സമയവും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ചിലരുടെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യമില്ല, ചിലരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഏത് സമയത്തും ഓടി പിതാവിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് പറ്റും. അതാണ് ദാസ്യവും ദാസ്യത്തിന്റെ ആത്മാവും പുത്രത്വത്തിന്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, 16-ാമത്തെ വാക്യം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതിന്റെ
അമേസിങ് റെവലേഷനാണത്. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളോട് എപ്പോഴും ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഒരു ദൈവ പൈതല, നീ ഒരു ദൈവ പൈതല. ഈ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഈ സാക്ഷ്യമാണ് പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. ഈ സാക്ഷ്യമാണ് ലോകത്തിന്റെ കലർപ്പിനോട് നമ്മൾ ചേരാതെ, ലോകത്തിന്റെ മാലിന്യത്തോട് ചേരാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നത്. ഈ ഈ ഈ ഒരു വലിയ റെവലേഷനാണ് 1-ാം സങ്കീർത്തനത്തില് 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും തക്കവണ്ണം നമ്മളെ കാക്കുന്നത് ഈ ഒരു റെവലേഷൻ. എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഒരു ദൈവ പൈതലാണ്, നീ ഒരു ദൈവ മകനാണ്, നീ ഒരു ദൈവ മകളാണ്, നീ ഒരു ദൈവത്തിന്റെ ദാസനാണ്, നീ ഒരു ദൈവത്തിന്റെ ദാസിയാണ്. ഇങ്ങനെ നിരാശപ്പെടേണ്ടവനല്ല, ഇങ്ങനെ ഭയപ്പെടേണ്ടവളല്ല, ഇങ്ങനെ പതറിപ്പോകേണ്ടവളല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ സംസാരിക്കേണ്ടവളല്ല, ഇങ്ങനെ ചിന്തിക്കേണ്ടവളല്ല, ഇങ്ങനെ ഇടപെടേണ്ടവനല്ല. നീ ഒരു ദൈവത്തിന്റെ മകനാണ്, നീ ഒരു ദൈവത്തിന്റെ മകളാണെന്ന് എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ഇവിടുത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. സി, വി ഹാവ് ഇൻഹെറിറ്റൻസ് ഇൻ ഫാദർ. ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അപ്പന്റെ സ്വത്തിന് മകൻ അവകാശിയാണെന്നുള്ളതാണ്. ഒരു വലിയ ശ്രേഷ്ഠമായ അമേസിങ് പ്രോമിസ് ആണ് ഇവിടെ. വളരെ മനോഹരമായ വാഗ്ദത്തമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. എത്ര വലിയൊരു ശ്രേഷ്ഠമായ റെവലേഷനാണെന്നറിയാമോ? ഒന്ന്, ഞാൻ ദൈവത്തിന്റെ മകനാണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ മകളാണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ സ്വത്തിന്റെ അവകാശിയാണ്. വളരെ ശ്രദ്ധമായിട്ട് ചിന്തിക്കണമേ. ദൈവത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗം മുഴുവനും ദൈവത്തിന്റെ സ്വത്താണ്. സകല ആത്മീക അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സ്വത്താണ്. ദൈവത്തിൽ നിന്ന് ദ ട്രൂ റിച്ചസ്, യഥാർത്ഥമായ സകല ധനങ്ങളും എല്ലാ നന്മയും ദൈവത്തിന്റെ സ്വന്തമായിട്ട് എന്താ ഉള്ളത്? നമ്മളോട് ആരോടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സകലതും ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വതും ദൈവത്തിൻ്റെതാണ്. മഹത്വം ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിൻ്റെയാണ്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളാണെന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്വത്തിന്റെ അവകാശിയാണ് ഞാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശിയാണ് ഞാൻ. കാരണം ദൈവം എൻ്റെ പിതാവാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. എന്താ ഈ കൂട്ടവകാശി എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഈഫ് ചിൽഡ്രൻ then heirs of God and join heirs with Christ. Join heirs with Christ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഒരപ്പന് 2 മക്കളുണ്ടെന്ന് കരുതിക്കോ. 2 മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അപ്പന്റെ സ്വത്തിന് ഈ 2 മക്കളും അവകാശികളാണ്. അവർക്ക് 50-50, 2 മക്കൾക്കും അവകാശമുള്ളതാണ് അപ്പന്റെ സ്വത്ത്. അപ്പം ക്രിസ്തുവിന് കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാവിനുള്ള സ്വത്തിന്റെ ഏക അവകാശി ക്രിസ്തുവാണ്. വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു. അപ്പൊ ഏകജാതനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് അവിടുന്ന് ഏകജാതനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഏകജാതനായ കർത്താവിന് പിതാവിന്റെ സ്വത്തിന്റെ പൂർണ്ണമായ 100% ഈ ഏകജാതനായ പുത്രന്റെ അവകാശത്തിലാണ്. അതിന്റെ അർത്ഥം ഏകജാതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ ഒരു മകൻ. അപ്പോൾ ഒരപ്പന് ഒരു മോനെ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ അപ്പന്റെ സകല സ്വത്തിനും ഈ ഒരു മകൻ മാത്രമായിരിക്കും അവകാശി. അതാണ് ഏകജാതൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് പറയുന്നത് അവിടുന്ന് ഏകജാതനായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ഏകജാതൻ എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ 8-ാം അധ്യായത്തിന്റെ, റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ അവിടെ ഒന്ന് നോക്കിയേ, 29-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഏകജാതനായ ക്രിസ്തു ഇവിടെ ആദ്യജാതനായി മാറുകയാണ്. ഇവിടെ വായിച്ചു നോക്കി, ഒന്നുകൂടെ വായിക്കുന്നു, 29-ാമത്തെ വാക്യം, 8-29 റോമൻസ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സത്യം, ഇതിനൊക്കെ വലിയ ആഴമേറിയ വചനമാണിത്. കർത്താവ് നമുക്ക് സമയം തരുന്നെങ്കിൽ, നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ ഈ ഭാഗത്തൂടൊക്കെ വരുന്ന ആഴ്ചകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഈ ആദ്യജാതൻ എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ അവിടെ നിന്ന് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഏകജാതനായവൻ ആദ്യജാതനായി മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകനേ ഉള്ളൂ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിന് വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു മകൻ എന്നുള്ളിടത്ത് വേറെ 2-3 മക്കളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മകൻ എന്നുള്ള സ്ഥാനം മാറിയിട്ട് ആദ്യജാതൻ എന്നുള്ള സ്ഥാനത്തേക്കായി മാറും. മനസ്സിലായല്ലോ? അപ്പൊ അതായത് ഞാൻ മാത്രം എൻ്റെ പിതാവിനുണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ ഏകജാതനായിരുന്നു. എന്നാൽ എൻ്റെ ബ്രദേഴ്സും എനിക്ക് സിസ്റ്റേഴ്സും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഏകജാതനല്ല, പിന്നെ എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യജാതൻ എന്നാ, ഒന്നാമത്തെ മകൻ എന്നുള്ളതാ. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? അവിടുന്ന് ഏകജാതൻ എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് താൻ ആദ്യജാതൻ എന്നുള്ള സ്ഥാനത്തേക്ക് താണു വന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെയും മക്കളാക്കി തീർത്തു. സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി നമ്മളും മാറിയപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഏകജാതനായിരുന്നവൻ മൂത്ത മകനായി മാറി, ദൈവ കുടുംബത്തിലെ മൂത്ത മകനായി മാറി. അപ്പൊ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഈ ഏകജാതൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്വത്ത്, ഏകജാതൻ അവകാശപ്പെട്ടിരുന്ന സ്വത്ത് മറ്റു മക്കൾ കൂടെ ഷെയർ ചെയ്തു കൊടുത്തു. അതിനാണ് കൂട്ടവകാശം എന്ന് പറയുന്നത്. കൂട്ടവകാശിയായി തീർന്നു. അതാ ഈ വാക്യത്തിന്റെ അർത്ഥം. നാം മക്കളെങ്കിലോ, 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവമക്കളാകുന്ന നമ്മൾ ക്രിസ്തുവിനോടുകൂടെ പിതാവിന്റെ കൂട്ടവകാശികളായി തീർന്നത്. അപ്പോൾ ഇപ്പോഴൊരു കാര്യം മനസ്സിലായോ? നമ്മൾ എത്രമാത്രം സ്വർഗത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, നാം ക്രിസ്തുവേശുവിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് വളരെ അകന്നിരുന്ന, ദൂരേക്ക് നോക്കി ദൈവമേ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പൊ വളരെ അടുത്ത് വന്നിരിക്കുക, പിതാവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുക. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ. അത് മാത്രമാണോ? ഹല്ലേലൂയ, ലോകത്തിന്റെ ന്യായാധിപതിയാകുന്ന, ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുന്ന മശിഹായുടെ സ്വന്തം സഹോദരങ്ങളാക്കി, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ മാറ്റിക്കഴിഞ്ഞിരിക്കുക. പ്രൈസ് ഗോഡ്. അതാണ് ഇത്ര വലിയ സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് മടങ്ങി 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം, 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ ഇത്രമാത്രം വലിയൊരു സ്നേഹമാണ് നമുക്ക് വേണ്ടി കരുതിയത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, നമ്മുടെ മേലുള്ള ശിക്ഷയെ അവിടുന്ന് മാറ്റി, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നിടത്ത് ആ ശത്രുത്വം മാറ്റി നിർത്തിയിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനം തന്നു. അത് ഒന്നാമത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തി. രണ്ടാമത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്കെതിരെയുള്ള കടങ്ങളെല്ലാം എഴുതി മാറ്റുക മാത്രമല്ല ചെയ്തത്, നമ്മളിലെ ശത്രുത മാറ്റി നമ്മളോട് ദൈവം മിത്രമായി തീരുക മാത്രമല്ല ചെയ്തത്. രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വന്തം മക്കളാക്കി നമ്മളെ തീർത്തു. അവിടുത്തെ സ്വന്തം മക്കളാക്കി തീർത്തു. നമുക്ക് അടുത്ത് വരുവാൻ, നമുക്ക് അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠകരമായ ഒരു പദവിയും ഒരു ബന്ധവും നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും ഭയപ്പെടേണ്ടവരായിട്ടുള്ളവരല്ല. നമ്മൾക്കൊരിക്കലും ദൂരെ മാറി നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരിക്കലും ഒരു മധ്യസ്ഥന്റെ അടുക്കലേക്ക് വരേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. എനിക്ക് നേരിട്ട് അവിടെ ചെന്ന് സംസാരിക്കാൻ പറ്റും. വേറൊരാളോട് അതെന്തോ അത് വളരെ ഒരു ഐറോണിക്കലായിട്ട് നമുക്ക് തോന്നും, അല്ലേ? എൻ്റെ അപ്പനോട് എന്തെങ്കിലും പറയുവാൻ്റെ കൊണ്ട് ഞാൻ വേറൊരാളുടെ വക്കാലത്ത് പിടിക്കുക, പ്ലീസ് എന്നെക്കുറിച്ച് എൻ്റെ അപ്പനോടൊന്ന് പറയണേ. അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? എനിക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ അപ്പനുമായിട്ട് ഞാൻ തെറ്റ് ജീവിക്കുകയാണെങ്കിൽ, അപ്പനുമായിട്ട് ഞാൻ ശത്രുതയിലാ
ജീവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വേറൊരാളോട് പറയാൻ പറ്റിയേക്കാം, എന്റെ കാര്യം കൂടെ ഒന്ന് പറയണമെന്ന്. എൻ്റെ അപ്പനുമായിട്ട് ഞാൻ അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ അങ്ങനൊരു മധ്യസ്ഥത വരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ദൈവവുമായിട്ട് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് നിരപ്പ് പ്രാപിപ്പാൻ നമുക്ക് കഴിയും. കർത്താവിനോട് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവനാണ് നമ്മുടെ പിതാവ്. അവിടുത്തെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം ഒക്കെ താഴേക്ക് വായിച്ചു വന്നാൽ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് എന്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് ആ പഴയ ബന്ധത്തിലേക്ക് അവിടുന്ന് പുതുക്കി ചേർക്കുമെന്ന്. അപ്പോൾ ഒരിക്കലും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ഈ വലിയ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ അവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വലിയ പ്രാഗൽഭ്യത്തിൽ വേണം നമുക്ക് ജീവിപ്പാൻ. നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ്, സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ഭാവി അവിടുത്തെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നാളെ നമ്മൾ എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു മനുഷ്യരുമല്ല, പിന്നെയോ അത്യുന്നതനായ ദൈവം. അവിടുത്തെ സന്നിധിയിൽ നാം വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ പിതാവിന്റെ സന്നിധി, നമ്മുടെ കർത്താവിന്റെ സന്നിധി നാം വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ, അവിടെ നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചുവോ വേർതിരിച്ചുവോ അവിടെ കർത്താവ് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എത്ര ശ്രേഷ്ഠകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മർമ്മമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. ഹല്ലേലൂയ. അവിടുത്തെ മഹാസ്നേഹത്തെ ഗ്രഹിക്കുവാൻ, അറിയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിനാൽ കർത്താവ് നമ്മളെ സഹായിച്ചു. തൻ്റെ പുത്രന്റെ ആത്മാവിനെ, അവിടെ ആ പുത്രത്തെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അത് പഠിക്കുന്നുണ്ട്, തൻ്റെ പുത്രന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നു കഴിഞ്ഞപ്പോൾ നാമും പുത്രന്മാരും പുത്രിമാരുമായി തീർന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തൻ്റെ പുത്രനാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ പുത്രത്വമാണ് നമ്മളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആ ശ്രേഷ്ഠമായ പ്രാഗൽഭ്യത്തിൽ, ആ പദവിയിൽ നമുക്ക് വീണ്ടും ഒന്ന് പുതുക്കം പ്രാപിച്ച് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാം. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഓർക്കുക, നാം ഈ ലോകത്തിനുള്ളവരല്ല, നാം മറ്റൊരു ലോകത്തിന് വേണ്ടിയുള്ളതാണ്. We are not living for this world. Our kingdom is not of this world. We belong to another kingdom, that is the kingdom of God. We are representing the kingdom of heaven. സ്വർഗരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് നമ്മളെ ഒരാൾ കാണുമ്പോൾ അവർ കാണണം സ്വർഗരാജ്യത്തിന്റെ മഹത്വം, അവർ നമ്മളിലൂടെ കാണണം. പ്രൈസ് ഗോഡ്. അതിനായിട്ട് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം അങ്ങയുടെ പുത്രന്റെ മഹത്വത്തിനു വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തന്ന തിരുവചനത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, ഞങ്ങളെ ശക്തീകരിച്ചതിനായി, ഞങ്ങളെ സഹായിച്ചതിനായിട്ട് അവിടത്തേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികം ശക്തിയോടെ, അധികം പ്രാഗൽഭ്യത്തോടെ, അധികം വിശ്വസ്തയോടെ, അധികം മഹിമയോടെ തിരുസന്നിധിയിൽ കാണപ്പെടുവാനും മുന്നോട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനും, ഹല്ലേലൂയ, സ്തോത്ര, ദാസരല്ല മക്കളാണെന്നുള്ള പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് ചേർന്നിരിപ്പാനും ഈ നാളുകളിൽ അധികം അങ്ങയുടെ ജനത്തിനും അടിയനും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. God bless you. Thank you for listening to me.